ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പാചകം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി കറികളൊക്കെ വെക്കാൻ എനിക്ക് താല്പര്യമാണ്. പക്ഷേ നമ്മുടേത് ഒരു നാട്ടിൻപുറത്തെ വീടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളങ്ങനെ വാങ്ങാറില്ല. നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന സാധാരണ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അതുപയോഗിച്ചുള്ള കറികളുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. കയ്യിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ട്രൈപോഡൊന്നുമില്ല. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ട് വേണം ട്രൈപോഡൊക്കെ ഒന്ന് വാങ്ങാൻ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഉള്ളിപ്പൂ തോരനാണ് നമ്മൾ വെച്ചത്. ഉള്ളിപ്പൂവൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി കടുക് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിപ്പൂവിലേക്ക്. പിന്നെ അരപ്പിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിൽ ഒതുക്കിയെടുത്ത് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തോർത്തിയെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിപ്പൂ തോരൻ ഇവിടെ റെഡിയായി. പിന്നെ നമ്മൾ ബീഫ് കറിയാണ് വെച്ചത്. ഇന്ന് നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദിവസം കൊണ്ട് നമ്മൾ ചക്കയാണ് വേവിച്ചത്. ഇന്ന് നമ്മൾ കപ്പയാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ബീഫ് ഇത്തിരി ഗ്രേവി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. പിന്നെ സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാ പൊടികളും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി കിട്ടട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അവിടെ നിന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ പോയി ബീഫ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തു. ഇനി ഒരു തക്കാളി അരിഞ്ഞതും വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കർ 4-5 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് വെന്ത് കിട്ടും. ഒരുപാട് മൂത്ത ബീഫല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 വിസിലായപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് ഇരിപ്പുണ്ട്. ഞാനപ്പം കുറച്ച് ബീഫൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കപ്പയൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇന്ന് സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മാത്രം ഇട്ട് പുരട്ടിയെടുക്കുന്നതാണ്. ഇന്ന് ഇത്തിരി അരപ്പ് അരച്ചിടാമെന്ന് കരുതി തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതിനകത്ത് തന്നെ ഞാൻ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിലേക്ക് തന്നെ ഉപ്പും ഇട്ട് ഒരു 1-2 പച്ചമുളകും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അത് കപ്പയിലേക്കിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കതിലേക്ക് ഇത്തിരി കടുക് വറുത്തോടെ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണയിൽ വേണം കടുക് വറുത്തൊഴിക്കാൻ എന്ന് മാത്രം. ഇനി നമുക്ക് ഉച്ചയൂണ് പാത്രത്തിലേക്ക് വിളമ്പിയാലോ. പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിപ്പൂ തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമ്മൾ ദോശയ്ക്ക് കിഴങ്ങേറിയാണ് വെച്ചത്. അതും ഇത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കപ്പ കുഴച്ചതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാർ, ചോറിന് നിർബന്ധമാണ് ഇവിടെ അച്ചാർ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി അച്ചാറൂടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങ അച്ചാറാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി, സൂപ്പർ ടേസ്റ്റിയായ ബീഫ് കറി, അതും പാത്രത്തിലേക്ക് വെച്ചു. പിന്നത് ഭംഗിക്കും ഇഷ്ടം കൊണ്ട് ഒരു പപ്പടവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. മോനിവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2 പപ്പടം വറുക്കമ്മേ എന്ന്. എന്നാൽ പിന്നെ 2 പപ്പടവും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഒരു പപ്പടവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. കയ്യിലാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പം ഇപ്പോൾ ടാറ്റാ.